ജി സുധാകരനുമായി ബന്ധപ്പെട്ട ചില പുതിയ ആ, ആ, സംഭവവികാസങ്ങൾ കാണുന്നു. ജി സുധാകരൻ കഴിഞ്ഞ കുറേ കാലമായി പാർട്ടിയോട് അത്ര സുഖത്തിലുള്ള സമീപനമല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രകടമാകുന്നത്. പലപ്പോഴും പാർട്ടി ഒരു എന്താ പറയുന്നത് ശൈലിയെയൊക്കെ അദ്ദേഹം വളരെ തന്ത്രപരമായി വിമർശിക്കുന്നതൊക്കെ നമ്മൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടേയിരിക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ്, എല്ലായിടത്തും നമ്മൾ നമ്പർ 1 ആണെന്ന് പറയരുത്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നമ്മൾ നമ്പർ 1 ആണോ അതൊക്കെ ആലോചിക്കേണ്ടതാണെന്ന് വെച്ചാൽ ഒരു വിമർശന സ്വഭാവത്തിൽ പലപ്പോഴും അദ്ദേഹം പാർട്ടിയെയും സർക്കാരിനെയും സമീപിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ പാർട്ടിയോട് അകന്നു നിൽക്കാൻ പാടില്ല, ചേർന്ന് പോകണം, പാർട്ടിയെ അവമതിക്കാൻ പാടില്ല എന്ന മട്ടിലുള്ള ചില ഉപദേശങ്ങൾ സജി ചെറിയാൻ മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നു. ഇന്ന് അദ്ദേഹം അവരോട് കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. സജി തന്നെ ഉപദേശിക്കാനുള്ള ആളായിട്ടില്ല എന്ന് മാത്രമല്ല, തന്നോട് ചേർന്ന് പോകണമെന്ന് പറയുന്ന സജിയെ പാർട്ടി നടപടിയെടുത്ത് ശിക്ഷിക്കാനാണ് വേണ്ടതെന്ന് പറഞ്ഞ അദ്ദേഹം എളമരം കരീമിനെ അദ്ദേഹം നിശ്ചിതമായി വിമർശിക്കുന്നു. ഇപ്പോൾ സമീപകാലത്തൊരു പക്ഷേ ഒരു മുതിർന്ന CPIM നേതാവ് തൻ്റെ സഹപ്രവർത്തകർക്കെതിരെ ഇത്രയും കടുത്ത ഭാഷയിലുള്ളതും തുറന്നതുമായ വിമർശനവും ഉന്നയിക്കുന്ന ഒരു പക്ഷേ നമ്മൾ ആദ്യം കാണുകയായിരിക്കും. അപ്പോൾ അതാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇന്നിപ്പോൾ AK ബാലൻ പറയുന്നത് അദ്ദേഹത്തിന് അവഗണിക്കപ്പെടുന്നു എന്ന തോന്നലുണ്ട് എന്നാണ്. അവഗണിക്കപ്പെടുന്ന തോന്നലുണ്ടോ അദ്ദേഹത്തിന്? ആ അവഗണനയ്ക്കുള്ള കാരണം എന്തായിരിക്കും? അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. അജിംസ്, എന്താണ് ശരിക്കും ജി സുധാകരൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ്? നമ്മൾ മനസ്സിലാക്കുന്നവർ അദ്ദേഹം ഒരു ജെനുവിൻ കോമ്രേഡാണ് CPIMനകത്ത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ആ പാർട്ടിയോട് വല്ലാത്തൊരു തരം അകലം പാലിക്കുന്നത് പോലെ തോന്നുന്നു. എന്തായിരിക്കും അതിൻ്റെ റീസൺ? അത് CPIMന് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന പ്രശ്നമാണോ? സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന പ്രശ്നമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഒഴിവാക്കിയതാണ്. സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഒഴിവാക്കി അദ്ദേഹം ഇപ്പോഴും ആക്റ്റീവാണ്. അദ്ദേഹത്തിന് പ്രായമായെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോഴും ആക്റ്റീവാണ്. അദ്ദേഹം നന്നായി സംസാരിക്കുന്നുണ്ട്, പാർട്ടി വേദികളിലൊക്കെ പോകുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തുമ്പോൾ അദ്ദേഹം തന്നെ സ്വാഭാവികമായിട്ട് ചിന്തിക്കും തന്നെ ഇതിന് മാറ്റി നിർത്തി. കാരണം കേരളത്തിൽ ഇപ്പോൾ ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. എന്ന് മാത്രമല്ല CPM കേരളത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച മിനിസ്റ്റർമാരിൽ ഒരാളാണ്. അതിൻ്റെ കാരണം എന്താണ്? അദ്ദേഹം അഴിമതിരഹിതനാണ്. അപ്പോൾ ജി സുധാകരനെ പറ്റി ഒരു 2 വാക്കിൽ ഉപന്യസിക്കുക എന്നൊരാൾ പറഞ്ഞാൽ ആദ്യം പറയുന്ന ഒരു കാര്യം അദ്ദേഹം അഴിമതിരഹിതനാണെന്നുള്ള കാര്യമായിരിക്കും. അദ്ദേഹം അഴിമതി സമ്മതിക്കില്ല, അഴിമതിരഹിതനാണ്. ഈ ഒരു വിശേഷണം ധൈര്യപൂർവ്വം ഞാനും അഴിമതിരഹിതനാണ് എന്ന് പറയാൻ എത്ര മന്ത്രിമാർക്ക്, ഇപ്പോൾ ഈ പിണറായി മന്ത്രിസഭയിൽ എത്ര പേർക്ക് കഴിയും? ഞാനൊരു അഴിമതിരഹിതനാണ്, അല്ലെങ്കിൽ നാട്ടുകാർ ഈ മന്ത്രിമാരെ പറ്റി അഴിമതിരഹിതനാണ് അദ്ദേഹം എന്ന് എത്ര മന്ത്രിമാരെ പറ്റി പറയാം? അപ്പോൾ അത് പറയുമായിരിക്കും. ജനം സർട്ടിഫൈ ചെയ്യുമെന്നുള്ള ക്വസ്റ്റ്യനോടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, സുധാകരൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം വളരെ ലളിത ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനാണ്. ഭയങ്കര ഹോണസ്റ്റാണ്, സത്യസന്ധനാണ്, ഉള്ള കാര്യം വെട്ടി തുറന്ന് പറയുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ മന്ത്രിസഭയിൽ നിലനിർത്താൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ പകരമാണ് അദ്ദേഹത്തെ മാറ്റിയിട്ട് പുതുമുഖങ്ങളെ, അദ്ദേഹത്തെ പോലുള്ളവരെ മാറ്റി, അദ്ദേഹത്തെ മാത്രമല്ല തോമസ് ഐസക്കിനെ പോലുള്ള പരിണിതപ്രജ്ഞരെ മാറ്റിയോണ്ടാണ് പുതുമുഖങ്ങളെ കൊണ്ടുവന്നത്. അപ്പോൾ ഒന്ന് മന്ത്രിസഭയിൽ നിന്ന് താഴെപ്പെടുന്നു, മറ്റൊന്ന് പാർട്ടിയിൽ നിന്ന് താഴെപ്പെടുന്നു. സ്വന്തം തട്ടകമായ ആലപ്പുഴയിൽ പുതുതലമുറക്കാർ തനിക്കെതിരെ രംഗത്ത് വരുന്നു. അവിടുത്തെ മുടിചൂടാമനായി സജി ചെറിയാൻ മാറുന്നു. സജി ചെറിയാനെ പറ്റി അദ്ദേഹം ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. സജി ചെറിയാനൊക്കെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതേ താനാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തൻ്റെ തന്നെ സഹായം തേടിയ പലരുമാണ് ഇപ്പോൾ തനിക്കെതിരെ വിമർശിക്കുന്നു. ഇപ്പോൾ സലാമിൻ്റെ ഒരു പരാതി, അതാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ചതെന്ന് തോന്നുന്നു. സലാമിനെ തോൽപ്പിക്കാൻ വേണ്ടി ജി സുധാകരൻ പ്രയത്നിച്ചു. അപ്പോൾ ഇങ്ങനെയൊരു പരാതി പാർട്ടിക്ക് മുമ്പിലെത്തി. ഇപ്പോൾ പിണറായി തന്നെ എന്നെ വിളിച്ച് ചോദിച്ചു, ആ MLA ജയിച്ചതല്ലേ, പിന്നെ എന്തിനാണ് പരാതി എന്ന് എന്നോട് ചോദിച്ചു. കോടിയേരിയും ചോദിച്ചു. കോടിയേരിയും ചോദിച്ചു, പിണറായിയും ചോദിച്ചു, ഫോണിൽ വിളിച്ച് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ പരാതിക്ക് പിന്നിൽ യഥാർത്ഥത്തിൽ സജി ചെറിയാനാണ് എന്നാണ് ജി സുധാകരൻ ആരോപിക്കുന്നത്. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന മട്ടിൽ പാർട്ടി നടത്തി ആഘോഷിച്ചു, ആ പാർട്ടിയിൽ സജി ചെറിയാൻ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് തരം രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ തമ്മിലുള്ളൊരു പോരാട്ടമാണ്. ഒരാൾ ഒരു പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ പോലെ അദ്ദേഹത്തിൻ്റെ അനുജൻ രക്തസാക്ഷിയാണ് ജി ഭുവനേശ്വരൻ. അപ്പോൾ ഒരു രക്തസാക്ഷിയുള്ളൊരു കുടുംബത്തിലെ ഒരാൾ, അഴിമതിരഹിതനായ കറകളഞ്ഞ ഇമേജുള്ള ഒരാൾ. സജി ചെറിയാൻ അങ്ങനെ ഒരു ഇമേജില്ല. സജി ചെറിയാൻ ഒരു ഫണ്ട് റൈസറാണ്, പാർട്ടിയുടെ ഫണ്ട് റൈസറാണ്. പിന്നെ സാമുദായികമായ ബാക്കപ്പ് കൊണ്ട് ആ മേഖലയിൽ ശക്തി നേടിയ ഒരു നേതാവ് കൂടിയാണ്. സുധാകരൻ അങ്ങനെയല്ല. സുധാകരൻ അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ സൈഡ് ലൈൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷനാണത്. അത് പാർട്ടി അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ കോടിയേരി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തോട് സംസാരിച്ച് നിലനിർത്തുമായിരുന്നു. കാരണം കോടിയേരി അദ്ദേഹം തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു നമുക്ക് തോന്നുന്നത്. അങ്ങനൊരു സുധാകരനെ അനുനയിപ്പിക്കാനുള്ളൊരു ശ്രമവും പാർട്ടിയിൽ നിന്നുണ്ടാവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. കാരണം അദ്ദേഹം ആക്റ്റീവായതുകൊണ്ടാണ്. അദ്ദേഹം ഒരുപക്ഷെ ആരോഗ്യ കാരണങ്ങളാൽ വിശ്രമിച്ച് നയിക്കുന്നൊരു നേതാവായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അദ്ദേഹം വളരെ ആക്റ്റീവാണ് ഇപ്പോഴും. അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ ഷാർപ്പ്നെസ് ഉണ്ട്, സംസാരത്തിൽ ഷാർപ്പാണ് അദ്ദേഹം പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ പാർട്ടി അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അദ്ദേഹവുമായി സംസാരിച്ചതെന്ന് അഡ്രസ്സ് ചെയ്യേണ്ട, ആ അഡ്രസ്സ് ചെയ്യാത്തത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കൾ,
താൻ വളർത്തിക്കൊണ്ടുവന്ന പാർട്ടി നേതാക്കളൊക്കെ തൻ്റെ ശത്രുക്കളാവുന്നു എന്ന് തോന്നൽ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹം തുറന്നു പറയുന്നു എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ മന്ത്രി ബാലനോടുള്ള അദ്ദേഹത്തിന് മന്ത്രി ബാലനോട് എന്തെങ്കിലും വിരോധമൊന്നും തോന്നില്ല. ഇന്നലെ ഈ ബാലനും ഇപ്പോൾ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിൻ്റെ അസ്കിതയുണ്ട്. അദ്ദേഹം ഫേസ്ബുക്കിൽ നീണ്ട കുറിപ്പുകൾ ഇടുന്നുണ്ട് പഴയ കാലത്തെ പറ്റി ഓർമ്മകൾ. അപ്പോൾ 72 മറ്റോ നടന്ന ഒരു SFI സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ ജി സുധാകരനെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കുറിപ്പിട്ടിരുന്നു. അതായത് അന്ന് SFI സംസ്ഥാന സെക്രട്ടറിയാണ് ജി സുധാകരൻ. സംസ്ഥാന സമ്മേളനത്തിൽ റിപ്പോർട്ടിൽ എല്ലാ പേജിലും ജി സുധാകരൻ എന്ന പേരുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് പ്രസംഗിച്ചപ്പോൾ AK ബാലൻ പ്രസംഗിച്ചു, അത്ര ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ പ്രസംഗിച്ചു. മറ്റേ മാക്ബത്ത് എന്ന നാടകത്തിൽ എല്ലാ പേജിലും ബ്ലഡ്, ബ്ലഡി എന്നീ വാക്കുകളുണ്ട്. അതുപോലെയാണ് സുധാകരൻ്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു. ആ ഇഷ്ടക്കേടിൽ സുധാകരൻ പാനലിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഇപ്പോൾ പറയേണ്ട കാര്യം എന്താണ്? അതാണ് ഏറ്റവും വലിയ കാര്യം. അത് ഈ ബാലൻ്റെ തുറന്നു കുറച്ചിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ. ഈ CPM-നകത്തെ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ദൗർബല്യം കൂടി വെളിവാക്കുന്നുണ്ട്. അത് പലരും ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയമാണ്. ഇപ്പോൾ ഉൾപാർട്ടി ജനാധിപത്യം ഏറ്റവും കൂടുതലുണ്ട് പാർട്ടിയാണ് CPM അതിൻ്റെ പോഷക സംഘടനകളെന്ന് പറയുന്നു. അപ്പോൾ ഒരു പാർട്ടി റിപ്പോർട്ടിനെ പറ്റിയുള്ള തുറന്ന ചർച്ചയിൽ ആ റിപ്പോർട്ടിനെയോ അല്ലെങ്കിൽ നേതൃത്വത്തെയോ വിമർശിക്കുന്ന ഒരാൾ അടുത്ത പാനലിൽ ഉണ്ടാവില്ല, സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അത് എന്ത് ഉൾപ്പാട്ടി ജനാധിപത്യത്തെക്കുറിച്ചാണ് അത് പറയുന്നത്? അതാണോ ജനാധിപത്യം? യഥാർത്ഥത്തിൽ ആ പാനലിനെതിരെ പുതിയ നോമിനേഷൻ വന്നാൽ വിഭാഗീയതയായിട്ട് അവർ ചിത്രീകരിക്കുകയും ചെയ്യും. എതിരെ ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്യുന്ന പാനലിനെതിരെ ആരെങ്കിലും മത്സരിച്ചാൽ അതിൻ്റെ പേര് വിഭാഗീയത എന്നാണ്. ഇതിനാണ് ഉൾപ്പാർട്ടി ജനാധിപത്യം എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ബാലനെ തുറന്നു പറഞ്ഞത് നന്നായി. അതിൻ്റെ അകത്തൊക്കെ എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു നേതാവ് തന്നെ തുറന്നു പറയുകയാണ്. സാധാരണ മാധ്യമങ്ങളാണുള്ളത് റിപ്പോർട്ട് ചെയ്യാറ്. ഒരു നേതാവ് തന്നെ പറയുകയാണ് SFI സംസ്ഥാന സമ്മേളനത്തിൽ എങ്ങനെയാണ് താൻ പുറത്തായത്, ഏത് സെക്രട്ടറി വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ പാനൽ വന്നില്ല എന്ന് തുറന്നു പറയുകയാണ്. അത് മറ്റൊരു കാര്യം. അപ്പോൾ എന്തായാലും സുധാകരൻ ഒരു തലവേദനയാവുമോ പാർട്ടിക്ക് എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് തലവേദനയൊന്നും ആവാൻ പോകുന്നില്ല. അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചാൽ അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നു പറയും. അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഡീൽ ചെയ്യുകയാണ് പാർട്ടി നേതൃത്വം ചെയ്യുന്നത്. അതിന് പക്ഷേ അതിനുള്ള കെൽപ്പ് MV ഗോവിന്ദൻ മാസ്റ്റർ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ദിവസം ഇപ്പോൾ ഒരു ഈ 2.0 ഒരു ഓൾ ന്യൂ ക്യാബിനറ്റാണ് ഉണ്ടാക്കിയത്. ആ തീരുമാനം ഏതോ താല്പര്യത്താൽ എടുത്ത ഒരു തീരുമാനമാണ്. അതിൻ്റെ രക്തസാക്ഷികളായ മനുഷ്യരുടെ സംഘർഷങ്ങളാണോ ഈ കാണുന്നത്? അതിൽ പിന്നെ ഈ മന്ത്രിസഭയുടെ കാര്യത്തിൽ മാത്രമല്ല പാർട്ടിയുടെ കാര്യത്തിലും ആ തീരുമാനമുണ്ട്. എത്രയാണ് 70 വയസ്സ് കഴിഞ്ഞ ആളുകൾ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഉണ്ടാവില്ല, തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളുണ്ടാവില്ല. രണ്ട് നിലക്കും എന്താണ് ഒരു ക്ഷുഭിത കവിയാണ് ഇപ്പോൾ ജി സുധാകരൻ. അത് നമ്മൾ മനസ്സിലാക്കണം. അജിംസ് പറഞ്ഞാൽ അദ്ദേഹം ദ ബെസ്റ്റ് പെർഫോമിംഗ് മിനിസ്റ്റർ ആയിരുന്നു. ഒരു സംശയമില്ല അതിൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ. അതിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ കഴിവ് മനസ്സിലാക്കുന്നത് ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ. ഇപ്പം നമ്മുടെ മന്ത്രിമാരെയൊക്കെ ഉദ്യോഗസ്ഥരാണ് ഭരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം ഉദ്യോഗസ്ഥരെ ഭരിക്കുന്ന മന്ത്രിയായിരുന്നു. ആർക്കും അപ്രോച്ചബിളായിട്ടുള്ള ഒരാളായിരുന്നു. അങ്ങനെയൊക്കെ ഏറ്റവും ജനകീയന ഏറ്റവും പെർഫോമറായിട്ടുള്ള മിനിസ്റ്ററിന് ഒരു സംശയമില്ല. അപ്പോൾ അങ്ങനെ പെർഫോമറായിട്ടുള്ള ഒരാൾക്ക് പെർഫോമർ എന്നുള്ള ആൾക്ക് മാത്രമേ നിഷേധം. നമ്മൾ പബ്ലിക് ലൈഫിൽ നിൽക്കുന്ന ഒരാൾ, അങ്ങനെ സജീവമായിട്ടുള്ള ഒരാൾ മാറി നിൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമാണ്. അത് വലിയ പ്രയാസം അവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അവരുടെ ആരോഗ്യത്തെ പോലെ അത് ബാധിക്കും. അപ്പോൾ സുധാകരനെ പോലെ വളരെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിയിലും ഭരണത്തിലുമൊക്കെ ആക്റ്റീവായിരുന്ന ഒരാൾ നിങ്ങൾ മാറി നിൽക്കുമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത അത് ഒരു ഘടകമാണ്. രണ്ടാമത്തെ ഘടകം ആലപ്പുഴയിലെ വിഭാഗീയത. എനിക്ക് തോന്നുന്നു 30 വർഷമെങ്കിലായി ആലപ്പുഴ പാർട്ടിയിൽ പ്രശ്നമുണ്ട്. അത് ഇതുവരെ പരിഹരിച്ചിട്ടില്ല. എന്താണ് കൃഷ്ണപിള്ളയുടെ സ്മാരകം കത്തിക്കുന്നതിൽ വരെ എത്തിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചു. CPM-ലെ ഒരു വിഭാഗീയത പി കൃഷ്ണപിള്ളയുടെ സ്മാരകം കത്തിക്കുന്നതിൽ എത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു എന്താണ് തീവ്രത ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്. തലങ്ങും വിലങ്ങും വിഭാഗീയതയുള്ള പാർട്ടിയാണ്. അത് സെറ്റിൽ ചെയ്യാൻ പാർട്ടിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. അത് ഇതിലൊരു ഘടകമാണ്. സുധാകരൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, ഞാൻ കൈപിടിച്ച് വളർത്തിയ സഖാക്കൾ എനിക്കെതിരെ തിരിയുന്നു, അങ്ങനെയൊക്കെ അദ്ദേഹം ആലോചിക്കുന്നുണ്ടാവും. അതെല്ലാം കൂടെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ആക്റ്റീവായിരിക്കുന്നതിന് മനുഷ്യൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ. അപ്പോൾ സുധാകരൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹം പാർട്ടി പരിപാടികളിലോ അല്ലെ പാർട്ടിയുടെ ഇതിലൊന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് എല്ലാ ദിവസവും ആലപ്പുഴയിൽ പരിപാടികളുണ്ട് കേട്ടോ. അത് നിങ്ങൾ പത്രങ്ങളുടെ ആലപ്പുഴ പേജ് നോക്കിയാൽ മതി. ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്യാത്ത എന്തെങ്കിലും ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാത്തത് സാംസ്കാരിക പരിപാടിയാകാം, അല്ലെങ്കിൽ എന്താണ് കോളേജുകളുടെ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ പരിപാടിയാകാം. എന്തെങ്കിലും പരിപാടി ഉദ്ഘാടനം ചെയ്യാത്ത ദിവസങ്ങൾ വളരെ വളരെ കുറവാണ്. KPCCയുടെ സംസ്കാര സാഹിതിയുടെ അതും അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് എല്ലാ ദിവസവും പ്രസംഗിക്കുന്ന ഒരാൾക്ക് എല്ലാ ദിവസവും ഒന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ, പല കാര്യങ്ങൾ പറയണ്ടേ. അപ്പോൾ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറയുന്നു. അത് സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുന്ന പലതും ഉണ്ടാവും.
ഇപ്പോൾ സലാമിൻ്റെ പരാജയം ബന്ധപ്പെട്ട് കരീമിൻ്റെ റിപ്പോർട്ട് അതിന് ഇതിലുള്ളൊരു സവിശേഷമായുള്ള കാര്യം ഇത് മാത്രമാണ്. സാധാരണ CPM ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ട നേതാക്കന്മാരാണെങ്കിലും ഇങ്ങനെ ഇങ്ങനെ പച്ചയ്ക്ക് എക്സ്പ്ലിസിറ്റായിട്ട് പേരെടുത്ത് പറയുമൊന്നുമില്ല. നമുക്കിങ്ങനെ വ്യാഖ്യാനിച്ച് വളച്ചുണ്ടാക്കാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള വാചകങ്ങളാണ് വരിക. ഇദ്ദേഹം വളച്ചു കെട്ടില്ലാതെ പറയണം. അത് അദ്ദേഹത്തിൻ്റെ ശൈലിയാണ്. അത് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിലാണെങ്കിലും ഭരണത്തിലായിരിക്കുമ്പോഴും എപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെയാണ്. അതിലൊരു ഘടകം ഞാൻ മനസ്സിലാക്കുന്നത് മുതിർന്ന ആളുകൾ, അത് പാർട്ടിയിൽ മാത്രമല്ല നമ്മുടെ കുടുംബത്തിലാണെങ്കിലും പ്രധാനമാണ്. ഇപ്പം മുതിർന്ന ഒരാൾ അദ്ദേഹത്തിന് ഈ മുതിർന്ന ഒരാൾക്ക് പുള്ളിക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു നോക്കിയാൽ മെറ്റീരിയലി ഭയങ്കരമായിട്ട് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ അവരെ കൺസൾട്ട് ചെയ്യുക, പരിഗണിക്കുക, റെസ്പെക്റ്റ് ചെയ്യുക എന്നൊക്കെയുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അവർക്കൊന്നും കുഴപ്പമുണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാക്കാനുള്ള ശേഷിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവർ എന്തെങ്കിലും ഒരു നീരസം പ്രകടിപ്പിച്ചാൽ അത് തന്നെ ഒരു ഭംഗിക്കുറവാണ്. അത് CPM എന്നല്ല, എല്ലാ പാർട്ടിക്കാരും ശ്രദ്ധിക്കേണ്ട, എല്ലാ പാർട്ടിക്കാരും എല്ലാ സംവിധാനങ്ങളും എല്ലാ കുടുംബങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട പൊതുവായുള്ളൊരു കാര്യമാണ്. നമുക്ക് ഇദ്ദേഹം പാർട്ടിക്ക് കൊണ്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള, ഒരുപാട് അതിൻ്റെ സംഘാടനത്തിൽ വലിയ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ടൊരു സഖാവാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ പരിഗണിക്കുക, റെസ്പെക്റ്റ് ചെയ്യുക, ഐ ആം ബീങ് റെസ്പെക്റ്റഡ് എന്ന് അങ്ങേർക്ക് തോന്നുന്ന സ്വഭാവത്തിൽ റെസ്പെക്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് പൊതുവായൊരു മര്യാദയാണ്. ആ മര്യാദ പാലിക്കപ്പെടുന്നില്ല എന്ന വിഷമം അദ്ദേഹത്തിനുണ്ടാവും. ആ വിഷമം സ്വാഭാവികം പ്രായമൊക്കെ ആളുകൾ പ്രകടിപ്പിക്കും. അതാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് വെച്ചാൽ പാർട്ടിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല. കാരണം CPMൻ്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നതിൻ്റെ സംഘടന, പാർട്ടി സംഘടനയാണ്. എന്ത് കുഴപ്പമുണ്ടെങ്കിലും CPM പാർട്ടി സംഘടന ഇൻടാക്റ്റ് ആക്കി കൊണ്ടുപോകുന്നതിൽ ഇപ്പോഴും അതിൻ്റെ ഫൈനസ്റ്റ് പൊസിഷനിലൊരു പാർട്ടിയാണ്. അതുകൊണ്ട് സുധാകരൻ എല്ലാ ദിവസവും ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരുന്നാൽ പോലും പാർട്ടിക്ക് വലിയ പരിക്കൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കുന്നൊരു സംഗതിയുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിൽ സലാമിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട എളമരം കമ്മീഷൻ തന്നെ ഉണ്ടായത് എങ്ങനെയാണ്? എളമരം കരീം കമ്മീഷൻ ഉണ്ടാകുന്നതിന് സുധാകരന് കിട്ടിയ പകുതി വോട്ട് പോലും സലാമിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പകുതി വോട്ടല്ല, പകുതി ഭൂരിപക്ഷം പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ സുധാകരൻ അത്രയും സ്വീകാര്യനായ ഒരാളാണ്. അപ്പോൾ അത്രയും സ്വീകാര്യനായ ഒരാൾ എല്ലാ ദിവസവും പാർട്ടിയെക്കുറിച്ച്, പാർട്ടി നേതാക്കന്മാരെക്കുറിച്ച് മുഷിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർട്ടിക്ക് നന്നാവില്ല എന്നുള്ളതാണ്. യെസ്, സുധാകരനെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു നേതാവ് നിരന്തരം ഇങ്ങനെ ഡിസ്റ്റർബ്ഡായി തുടരുന്നത് അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന ഒരു ഫീലുമായിട്ട് തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് ആ പാർട്ടി ആലോചിക്കലാണ്. AK ബാലൻ പോലും പറഞ്ഞ അങ്ങനെ ഒരു പ്രശ്നം അദ്ദേഹത്തിനുണ്ടോ എന്ന് ബന്ധപ്പെട്ടവരാണ് പറയേണ്ടത്, അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. CPM എന്തുകൊണ്ട് സെറ്റിൽ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ക്വസ്റ്റൻ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു.